പുനലൂരിലും സമീപ പ്രദേശങ്ങളിലും ഒരു ഇടവേളയ്ക്ക് ശേഷം കുന്നിടിക്കലും നിലംനികത്തലും വീണ്ടും വ്യാപകമാകുകയാണ്. പുനലൂർ പട്ടണത്തിലെ പല സ്ഥലങ്ങളിലും അനധികൃതമായി കുന്നിടിക്കലുകൾ നടക്കുകയാണ്. രാത്രിയിലും പകലും ഒരുപോലെയാണ് കുന്നിടിക്കൽ വ്യാപകമായി നടക്കുന്നത്. കുന്നിടിച്ചെടുക്കുന്ന മണ്ണ് ഉപയോഗിച്ച് പുനലൂർ പട്ടണത്തിലെ വിവിധ സ്ഥലങ്ങളിലെ നിലവും ചതുപ്പ് പ്രദേശങ്ങളും നികത്തുകയാണെന്നാണ് ജനങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ വേനൽ കടുത്തതോടെ ചതുപ്പ് നിലങ്ങൾ നികത്തുന്നത് ജലസ്രോതസ്സുകളെ ദോഷകരമായി ബാധിക്കുകയും അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് കാരണമാകുകയും ചെയ്യും. അതേസമയം പുനലൂർ പോലീസ് സ്റ്റേഷൻ സമീപത്തുള്ള സ്ഥലങ്ങളിലും നിലനികത്തൽ തുടരുകയാണ്. ഉപേക്ഷിക്കപ്പെട്ട് കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടി ചേർത്താണ് ഇവിടെ നിലനികത്തൽ പരിപാടികൾ നടക്കുന്നത്. മണ്ണിൽ അലിഞ്ഞു ചേരാത്ത ഇത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൽ വിതറി അതിനുമേൽ മണ്ണിടുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഈ രീതി തന്നെയാണ് തുടരുന്നത്. പ്രകൃതിക്കും ജനങ്ങൾക്കും ഒരുപോലെ ദോഷകരമാണെന്ന് ബോധ്യമായിട്ടും ഈ നടപടികൾ പൂർവാധികം ശക്തിയോടെയാണ് പുരോഗമിക്കുന്നത്. ഇതിനെതിരെ പലപ്പോഴായി അധികൃതർക്ക് വിവരം നൽകിയിട്ടും യാതൊരു ഫലങ്ങളും ഉണ്ടായിട്ടില്ലെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. അതേസമയം പുനലൂർ പോലീസ് സ്റ്റേഷൻ സമീപത്തെ നിലനികത്തൽ ശ്രദ്ധയിൽപ്പെട്ട പുനലൂർ പോലീസ് സംഭവത്തിൽ ഇടപെട്ടതോടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിതറിയിട്ടുള്ള നിലനികത്തൽ പരിപാടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. മനുഷ്യരാശിയുടെയും പ്രകൃതിയുടെയും ആരോഗ്യത്തിന് ഹാനികരമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിലനികത്തലിന് ഉപയോഗിക്കില്ല എന്നും എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ നിലനികത്തുന്ന പരിപാടികളുമായി മുന്നോട്ടു പോകൂ എന്ന് നിലനികത്താനെത്തിയവർ പുനലൂർ പോലീസിന് ഉറപ്പു നൽകി. പുനലൂരിലെ ഭരണപക്ഷ പാർട്ടി നേതാക്കളുടെയും റവന്യൂ വകുപ്പ് അധികാരികളുടെയും മൗനാനുവാദത്തോടെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. പുനലൂരിലെ മണ്ണ് മാഫിയ സംഘങ്ങൾക്ക് ശക്തമായ പരിരക്ഷയൊരുക്കാൻ റവന്യൂ വകുപ്പും പാർട്ടിക്കാരും കാണിക്കുന്ന വ്യഗ്രത സാധാരണ ജനങ്ങളുടെ കാര്യത്തിലും കാണിക്കണമെന്ന ആക്ഷേപവും ഇതോടെ ശക്തമായി കഴിഞ്ഞു. ഫോക്സ് ടിവി ന്യൂസ്, പുനലൂർ.